12 പ്രപഞ്ച നിയമങ്ങൾ, ദ 12 ലോസ് ഓഫ് ദ യൂണിവേഴ്സ്, വളരെ ലളിതമായും എന്നാൽ ആഴത്തിലും ഉദാഹരണസഹിതം വിവരിക്കുന്നു. ഇവ ഓരോന്നും പരസ്പര പൂരകങ്ങളാണ്. 1. ഐക്യത്തിൻ്റെ നിയമം, ലോ ഓഫ് ഡിവൈൻ വൺനെസ്. നമ്മളെല്ലാം ഒരേ ഊർജത്തിൻ്റെ ഭാഗമാണെന്നും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഈ നിയമം പറയുന്നു. ഉദാഹരണം, സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണത്. ഓരോ തിരയും വ്യത്യസ്തമായി കാണപ്പെടുന്നുണ്ടെങ്കിലും അവയെല്ലാം ഒരേ സമുദ്രത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഒരു പ്രവൃത്തി ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് മാറ്റമുണ്ടാക്കും. 2. കമ്പന നിയമം, ലോ ഓഫ് വൈബ്രേഷൻ. പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ്. അവയെല്ലാം ഒരു നിശ്ചിത ആവൃത്തിയിൽ അഥവാ ഫ്രീക്വൻസിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണം, റേഡിയോ സ്റ്റേഷൻ പോലെ. നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണോ നിൽക്കുന്നത്, അതായത് നല്ല ചിന്തയോ മോശമോ, അതനുസരിച്ചുള്ള അനുഭവങ്ങളെ നമുക്ക് ലഭിക്കും. 3. സമാന്തര നിയമം, ലോ ഓഫ് കറസ്പോണ്ടൻസ്. പുറത്തുള്ളത് അകത്തുള്ളതിൻ്റെ പ്രതിഫലനമാണ്. നമ്മുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളുമാണ് പുറത്തെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഉദാഹരണം, മനസ്സിൽ ശാന്തതയുള്ള ഒരാൾക്ക് പുറത്തെ ബഹളങ്ങൾക്കിടയിലും സമാധാനമായി ഇരിക്കാൻ കഴിയും. എന്നാൽ ഉള്ളിൽ സംഘർഷമുള്ളവർക്ക് പുറത്ത് എത്ര സൗകര്യങ്ങൾ കിട്ടിയാലും അസ്വസ്ഥത അനുഭവപ്പെടും. 4. ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ. സമാനമായ ഊർജങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും. ഉദാഹരണം, നിങ്ങൾ എപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ സംസാരിച്ചാൽ ആരോഗ്യം വർദ്ധിക്കും. നേരെ മറിച്ച് രോഗത്തെക്കുറിച്ച് ഭയന്നാൽ അത് വർദ്ധിക്കാനാണ് സാധ്യത. 5. പ്രവൃത്തി നിയമം, ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ. ലക്ഷ്യത്തിലെത്താൻ ചിന്തകൾ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും വേണം. ഉദാഹരണം, പരീക്ഷ ജയിക്കണമെന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ, ലോ ഓഫ് അട്രാക്ഷൻ. അതിനനുസൃതമായി പഠിക്കാൻ തുടങ്ങുന്നതാണ് ഇൻസ്പയർഡ് ആക്ഷൻ. 6. ഊർജ പരിവർത്തന നിയമം, ലോ ഓഫ് പെർപെക്ച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി. ഊർജം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഉയർന്ന ഊർജത്തിന് താഴ്ന്ന ഊർജത്തെ മാറ്റാൻ കഴിയും. ഉദാഹരണം, ഇരുട്ടുള്ള മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചാൽ ഇരുട്ട് മാറുന്നു. അതുപോലെ സച്ചിന്തകൾ കൊണ്ട് നെഗറ്റീവ് ഊർജത്തെ മാറ്റാൻ സാധിക്കും. 7. കാരണഫല നിയമം, ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്. ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഫലമുണ്ടാകും. ഇതിനെയാണ് നമ്മൾ കർമ്മം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, മാവിൻ വിത്ത് നട്ടാൽ മാങ്ങ ലഭിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികളാണ് നാളത്തെ ജീവിതം നിർണ്ണയിക്കുന്നത്. 8. പ്രതിഫല നിയമം, ലോ ഓഫ് കോമ്പൻസേഷൻ. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതിൻ്റെ ഫലം നമുക്ക് തിരികെ ലഭിക്കും. അത് സ്നേഹമായാലും പണമായാലും സഹായമായാലും. ഉദാഹരണം, ഒരു കർഷകൻ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നതിനനുസരിച്ചാണ് വിളവ് ലഭിക്കുന്നത്. 9. ആപേക്ഷിക നിയമം, ലോ ഓഫ് റിലേറ്റിവിറ്റി. ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളും ആപേക്ഷികമാണ്. നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. ഉദാഹരണം, നമുക്ക് വലിയ പ്രതിസന്ധിയായി തോന്നുന്നത് മറ്റൊരാൾക്ക് നിസ്സാരമായിരിക്കാം. നമ്മുടെ പ്രശ്നങ്ങളെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമാധാനം കിട്ടും. 10. വൈരുദ്ധ്യ നിയമം, ലോ ഓഫ് പൊളാരിറ്റി. എല്ലാത്തിനും 2 വശങ്ങളുണ്ട്. ചൂടുണ്ടെങ്കിൽ തണുപ്പും പകലുണ്ടെങ്കിൽ രാത്രിയും ഉണ്ടാകും. ഉദാഹരണം, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ. പരാജയം എന്നതിന് അർത്ഥം അതിൻ്റെ മറുപുറത്ത് വിജയം കാത്തിരിക്കുന്നു എന്നാണ്. 11. താളനിയമം, ലോ ഓഫ് റിഥം. പ്രപഞ്ചത്തിലെല്ലാം ഒരു താളത്തിനനുസരിച്ച് നീങ്ങുന്നു. സീസണുകൾ മാറുന്നത് പോലെ ജീവിതത്തിലും മാറ്റങ്ങൾ വരും. ഉദാഹരണം, സങ്കടം വന്നാൽ അത് മാറും, സന്തോഷം വരും. പ്രകൃതിയിലെ വേലിയേറ്റവും വേലിയിറക്കവും പോലെയാണിത്. 12. ലിംഗഭേദ നിയമം, ലോ ഓഫ് ജെൻഡർ. എന്തിലും സ്ത്രീ പുരുഷ ഊർജങ്ങൾ യിൻ ആൻഡ് യാങ് അടങ്ങിയിരിക്കുന്നു. ഇത് പുരുഷനും സ്ത്രീയും എന്ന ശാരീരിക തലമല്ല, മറിച്ച് ഊർജതലമാണ്.
ഉദാഹരണം, ക്രിയാത്മകമായൊരു ആശയം ചിന്തിക്കുന്നത് സ്ത്രീ ഊർജമാണെങ്കിൽ ഇൻറ്റ്യൂഷൻ, അത് നടപ്പിലാക്കുന്നത് പുരുഷ ഊർജമാണ് ആക്ഷൻ. ഇവ രണ്ടും ചേരുമ്പോഴാണ് പൂർണ്ണത ലഭിക്കുന്നത്. ഈ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊപ്പം നീങ്ങാൻ നമുക്ക് സാധിക്കും.